വിശാൽപൂർ അങ്ങനത്തെ ഒരു ഗ്രാമമാണ്. അവിടെ പഠിത്തത്തിന് കുറവുണ്ടായിരുന്നു. വിശാൽപൂരിന് അങ്ങനെ ഒരു ശാപം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അവിടെ ഒരു കുട്ടികളും സ്കൂളിലേക്ക് പോകാറില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്നാൽ ആ മുഴുവൻ ഗ്രാമത്തിലും ഒരേ ഒരാളാണ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ പേര് ബട്ടുക്നാഥ്. ബട്ടുക്നാഥ് ചേട്ടാ, ഗ്രാമത്തിൽ 2 ദിവസങ്ങളായിട്ട് വെള്ളം വന്നിട്ടില്ല. ഈ പ്രശ്നത്തിന് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യാനാ? അതിന് നമ്മൾ എന്താ ചെയ്യാ ബിട്ടുവാ? തലവറിന് കത്തെഴുത്, നിന്റെ പ്രശ്നം എന്താണെന്ന് പറയൂ. 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാവുമല്ലോ. പക്ഷെ ആ എഴുത്ത് എങ്ങനെ എഴുതാനാണ്? നിങ്ങളൊന്ന് എഴുതി തരുന്നേ. തീർച്ചയായും. ഞാൻ ഈ ലോകത്തിൽ ജനിച്ചത് നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയല്ലോ. വളരെ ശരിയാണ്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ബട്ടുക്നാഥ് പറയുന്നത് കണ്ണു മൂടി വിശ്വസിക്കുമായിരുന്നു. യാതൊരു ജോലിയും തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതി. അത് കാരണം അദ്ദേഹം ആ ഗ്രാമത്തിൽ താനാണ് വലിയ ആളെന്ന് കരുതി. പക്ഷെ ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു പുതിയ അധ്യാപകൻ വന്നു. പേര് പങ്കജ്. അദ്ദേഹം സൽസ്വഭാവിയും മര്യാദക്കാരനും വിദ്യാഭ്യാസത്തിൽ മികച്ചവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നത് മാത്രമല്ല, ആ ഗ്രാമം മുഴുവൻ എല്ലാരെയും ബുദ്ധിശാലികളാക്കുന്നതാണ്. കുട്ടികളെ, രോഹിത്തിന് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് വിഷ് ചെയ്യൂ. കണ്ടോ കുട്ടികളെ, രോഹിത്തിന്റെ അധ്വാനത്തിന് ഫലം കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവൻ മുഴുവൻ സ്കോളർഷിപ്പ് എക്സാമിലും പാസ്സായിട്ടുണ്ട്. അടുത്ത ആഴ്ച ഗ്രാമത്തിൽ പാരാട്ട് വിഴാവും നടക്കാൻ പോകുന്നുണ്ട്. ഓ, ഇത് വളരെ നല്ല കാര്യമാണ്. അതെ, ഇത് നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാളും ഇന്നൊരു നല്ല വിഷയമുണ്ട്. അത് പറയണോ? എന്താ ആ നല്ല വിഷയം എന്താണെന്ന് വെച്ചാൽ, രോഹിത്തിനെ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടും ആ പരീക്ഷയിൽ തീർച്ചയായും വിജയിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ വീട്ടിലുള്ളവർക്കും സന്തോഷം കിട്ടും. തീർച്ചയായും ടീച്ചർ. ഇനി ഞങ്ങൾ ദിവസവും സ്കൂളിലേക്ക് വരും, പിന്നെ നന്നായി പഠിക്കും. പങ്കജ് വന്നതിനു ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് റെഗുലറായി വരാൻ തുടങ്ങി. ഒപ്പം തന്നെ ആ ഗ്രാമത്തിലുള്ള യൗവനക്കാർക്കും പിന്നെ വയസ്സാളികൾക്കും പഠിത്തത്തിന്റെ വാല്യൂവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. എന്താ രാമു, നീ നിന്റെ വീട് ശരിയാക്കണമെന്ന് ഗവൺമെന്റിക്ക് ലെറ്റർ എഴുതാൻ വിചാരിച്ചല്ലോ. അതെന്താ പറ്റി? അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ചെയ്തോ? അതെങ്ങനെ? അതെന്താണെന്ന് വെച്ചാൽ ബട്ടുക്നാഥ് ചേട്ടാ, മാസ്റ്റർ സാറ് ഞങ്ങൾക്ക് ഫോം ഫില്ലപ്പ് ചെയ്യാൻ കട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഫോം ഫില്ലപ്പ് ചെയ്തു. ഇതും നല്ല കാര്യമാണല്ലോ. ഒരു ദിവസം ബട്ടുക്നാഥ് ആ ഗ്രാമത്തിൽ ചുറ്റി വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം സ്കൂളിലെ ഗ്രൗണ്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹം നോക്കി, പങ്കജ് കുട്ടികളോടൊപ്പം ഗ്രൗണ്ടിലായിരുന്നു. അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. കൊള്ളാമല്ലോ മാസ്റ്റർ സാർ, നിങ്ങൾ കുട്ടികൾ എല്ലാവരെയും നന്നായിട്ട് പഠിപ്പിക്കുന്നു. അതെ അതെ, ഈ കുട്ടികൾ പാവമാണ്. ദിവസം ഒരേ സ്ഥലത്തിലിരുന്ന് ബോറായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചത്. നല്ല കാര്യമാണ്. എടാ മോട്ടോ, ഇവിടെ വാ മോനെ, 1 മിനിറ്റ് വാ. എന്താ ബട്ടുക്നാഥ് സാർ? ചെന്ന് അരികിലുള്ള ആ കടയിൽ നിന്ന് എനിക്ക് ഒരു പാൻ വാങ്ങിക്കൊണ്ടുവാ. ബട്ടുക്നാഥിന്റെ ഈ പെരുമാറ്റം കണ്ട് പങ്കജിന് ദേഷ്യം വന്നു. എന്താ ഇത്? നിങ്ങൾ എന്താ ചെയ്യുന്നു ബട്ടുക്നാഥ് ചേട്ടാ? എന്താ കാര്യം? നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ പിള്ളേർക്ക് പാഠം പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വന്ന് കുട്ടികൾക്ക് ജോലി പറഞ്ഞ് ഇങ്ങനെ അഴിച്ചുവിടാൻ പാടില്ലായിരുന്നു. അതെന്തിനാ? ഞാൻ തീർച്ചയായും ചെയ്യും. ഇവിടെ നോക്ക്, ഞാൻ ഒരു വയസ്സായ മനുഷ്യനാണ്. എനിക്ക് കാല് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ നടന്ന് കടയ്ക്ക് ചെന്ന് ഞാൻ പാൻ വാങ്ങാൻ പറ്റില്ലായിരുന്നു. എന്നാലും കുട്ടികളെ ഇവിടെ നിന്ന് പോകാൻ എന്നെ കൊണ്ട് അനുവദിക്കാൻ പറ്റില്ലായിരുന്നു. ദയവായിട്ട് നിങ്ങൾ വേറെ എവരുടെ സഹായം അടിക്കോളൂ. പങ്കജ് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ബട്ടുക്നാഥിന് ദേഷ്യം വന്നു. അദ്ദേഹം ഒച്ച വെച്ച് ഗ്രാമത്തിലെ ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി. ഗ്രാമത്ത് മക്കളെ കണ്ടില്ലേ, ഈ മാസ്റ്റർ തന്റെ കുട്ടികൾക്ക് വയസ്സായ മനുഷ്യർക്ക് സഹായം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ എന്താ പറയുന്നു ബട്ടുക്നാഥ് ചേട്ടാ? ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്? ഇപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് ഒരു ജോലി പറഞ്ഞതാണ്. അതിന്റെ ഇടയ്ക്ക് ഈ മാസ്റ്റർ അവനെ പോകില്ലാന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. ആ കുട്ടി തീർച്ചയായും ഞാൻ പറഞ്ഞ വിഷയം കേട്ടേ പറ്റുള്ളൂ, തീർച്ചയായും. അല്ല, ഇതൊക്കെ എന്താണ്? ഇതൊന്നും അത്ര ശരിയല്ല. ചേട്ടാ, ഇതെന്താണ്? ഇത് നല്ല കാര്യമല്ല. അതെ, ഇത് തെറ്റായ കാര്യമാണ്. ചേട്ടാ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? നോക്കൂ, നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയും, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് പാരഷൂട്ട് എങ്ങനെ ചെയ്യണമെന്ന് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വിജ്ഞാന അറിവും കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്നത്. അതുമാത്രമല്ല,
ഇവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങൾ കടയ്ക്ക് ചെന്ന് പാൻ വാങ്ങാൻ പറയുന്നു. അത് അവർക്ക് തീർച്ചയായും നല്ലതേ അല്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ തടഞ്ഞു നിർത്തിയത്. അതെ അതെ, ഇദ്ദേഹം ശരിയാണ് പറയുന്നത്. ഈ ബട്ടുക്നാഥിനെ വട്ടുപിടിച്ചു. അതെ അതെ, അദ്ദേഹത്തിന് മൂളെ കുഴമ്മിപ്പോയി. പങ്കജിന്റെ ഉത്തരം കാരണം ബട്ടുക്നാഥ് നാണിച്ചു പോയി നിന്നു. പിന്നെ അദ്ദേഹത്തെ നോക്കി ജനങ്ങൾ പറയുന്നത് കണ്ട് ഒരുപാട് വിഷമിച്ചു. പിന്നെ അവിടെ നിന്നും ആരെങ്കിലും വന്ന് അദ്ദേഹത്തെ വഴക്കു പറയുന്നതിന് മുൻപ് ബട്ടുക്നാഥ് എന്തു ചെയ്തെന്നാൽ വളരെ തന്ത്രപൂർവം വിഷയം മാറ്റി. ഇവിടെ നോക്ക്, നിന്റെ പഠിത്തത്തിന്റെ തിമിര് എൻ്റെ അടുത്ത് കാണിക്കല്ലേ, ശരിയോ? നീ എന്താ പറഞ്ഞത്? പാരഷൂട്ടിനെ കുറിച്ചാണോ പാഠം പഠിപ്പിച്ചത്? വിജ്ഞാന അറിവ് കുറിച്ച് സംസാരിക്കുന്നോ? നിനക്ക് എന്താ തോന്നുന്നു? ഗ്രാമത്തിന്റെ കുട്ടികൾ മേലെ എനിക്ക് ശ്രദ്ധയില്ലെന്നാണ് തോന്നുന്നത്? ഇവിടെ നോക്ക്, നീ നിന്റെ അഹങ്കാരം നിന്റെ അടുത്ത് തന്നെ വെച്ചോളൂ. ഇതുപോലുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? ആ, പിന്നെ നീ കുട്ടികൾക്ക് പാരഷൂട്ടിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെറിയ വയത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും എൻ്റെ മുത്തശ്ശൻ്റെ വേട്ടി കൊണ്ട്. പാരഷൂട്ട് വേട്ടി കൊണ്ടോ? കൊള്ളാമല്ലോ ബട്ടുക്നാഥ് ചേട്ടാ, നിങ്ങൾക്ക് വിജ്ഞാനത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ വേട്ടി പാരഷൂട്ട് കണ്ടുപിടിപ്പേ ഈ ഗ്രാമത്തെ കുട്ടികൾക്ക് കാണിക്കാനല്ലോ. അതെ അതെ ബട്ടുക്നാഥ് ചേട്ടാ, മാസ്റ്റർ സാർ പറയുന്നത് ശരിയാണ്. പങ്കജ് ഇങ്ങനെ ചോദിച്ചതും ബട്ടുക്നാഥിന് ഉത്തരം മുട്ടാൻ തുടങ്ങി. ആ ബട്ടുക്നാഥിനെ പാരച്ചൂട്ടിന്റെ രൂപം പോലും എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് പങ്കജ് അദ്ദേഹത്തിന് ചാലഞ്ച് ഇട്ട് തന്റെ വലയിൽ കുടുക്കി. ആ ശരിയാണ്, നാളെ ഇതേ സമയം ഇതേ സ്ഥലത്ത് ഞാൻ എന്റെ കണ്ടുപിടിപ്പിനെ എല്ലാവർക്കും കാണിച്ചു തരാം. ബട്ടുക്നാഥ് വിജയിക്കട്ടെ. എല്ലാവരുടെ മുൻപിൽ വെച്ചും പങ്കജ് പറഞ്ഞത് ബട്ടുക്നാഥ് ഉടനെ സമ്മതിച്ചു. പക്ഷേ കാര്യം എന്താണെന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല പാരച്ചൂട്ട് ചെയ്യണം, അതും അദ്ദേഹത്തിന്റെ മുണ്ടിൽ. അദ്ദേഹം തന്റെ മൊബൈലിൽ പാരച്ചൂട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ തേടാൻ തുടങ്ങി. പക്ഷെ എന്താണെന്നാൽ അതിൽ ടെക്നിക്കലായിട്ട് ഇംഗ്ലീഷിലാണ് ഇട്ടിരുന്നത്. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ദേഷ്യം വീണ്ടും കൂടി. ബട്ടുക്നാഥ്, നീ ഇപ്പോൾ എന്താ ചെയ്തു പോയി? പങ്കജിനെ പാഠം പഠിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇപ്പോൾ നീ കുടുങ്ങിപ്പോയല്ലോ. ഇപ്പോൾ എല്ലാവരുടെ മുൻപ് നീ എന്താ ചെയ്യുക? ഇല്ല ഇല്ല, ഏതെങ്കിലും ഒന്ന് ആലോചിക്കണം. എന്തെങ്കിലും ആലോചിക്കേ. അടുത്ത ദിവസം ജനങ്ങളുടെ മുൻപിൽ താൻ നാടിക്കാൻ പാടില്ലെന്ന് കരുതി ബട്ടുക്നാഥ് ഒരു പദ്ധതി ഒരുക്കി. എന്നിട്ട് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ചെന്നു. ചേട്ടാ, ബട്ടുക്നാഥ് ചേട്ടാ, എന്തു പറ്റി? നിങ്ങളുടെ കയ്യിൽ എന്താ കട്ട്? നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത്? എന്താ പറയാനാ മാസ്റ്റർ ചേട്ടാ, ഇന്നലെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി ആവശ്യമുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ കാൽ വഴുക്കിയത്. പിന്നെ ഞാൻ താഴെ വീണുപോയി. ബട്ടുക്നാഥ് സാർ, എന്ന് വെച്ചാൽ ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ വരാനുള്ള പാടില്ലായിരുന്നല്ലോ. ചേട്ടാ, അത് എങ്ങനെയാണ്? ഇന്നലെ നിങ്ങൾ എല്ലാവരുടെ മുൻപ് ഞാൻ വാക്ക് തന്നല്ലോ, അത് ഞാൻ നിറവേറ്റിയല്ലേ പറ്റൂ. വേണ്ട വേണ്ട ബട്ടുക്നാഥ് സാറേ, നിങ്ങൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കോ. നിങ്ങൾ കണ്ടുപിടിച്ചത് മറ്റൊരു ദിവസം കാണാം. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്നു വെച്ചാൽ അപ്പോൾ ഓക്കെ, ഞാൻ ഇന്നൊരു ദിവസം വരാം. അന്ന് നിങ്ങൾ എല്ലാവർക്കും എന്റെ കണ്ടുപിടിപ്പിനെ ഞാൻ കാണിച്ചു തരാം. ബട്ടുക്നാഥിനെ എന്തു പറയാനാ, അദ്ദേഹം എല്ലാവരുടെ മുൻപിലും കൈ ഉടഞ്ഞതുപോലെ നന്നായി അഭിനയിച്ചു. എന്നിട്ട് എല്ലാവരുടെ സ്നേഹവും പിടിച്ചുപറ്റി. എല്ലാരെയും തന്റെ വലയിൽ കുടുക്കി. ബട്ടുക്നാഥ് വളരെ ശാന്തമായി അവിടെ നിന്നും പോവുകയായിരുന്നു. പങ്കജ് അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ആ ചെറിയ ചിരി ശ്രദ്ധിച്ചു. നോക്കുമോനെ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് വേഗത്തിൽ ഓടി ബട്ടുക്നാഥ് ചേട്ടന്റെ അടുത്ത് ചെന്ന് എന്നിട്ട് അദ്ദേഹത്തിന് വേഗത്തിൽ തള്ളിവിട്ടേക്ക്. പങ്കജ് പറഞ്ഞത് കേട്ടിട്ട് രാജു അവിടെ നിന്ന് വേഗത്തിൽ ഓടിച്ചെന്ന് ബട്ടുക്നാഥിനെ തള്ളിവിട്ടു. അതുകൊണ്ട് അദ്ദേഹം തന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തന്റെ ഉടഞ്ഞ കൈ അദ്ദേഹം ഉപയോഗിച്ചു. ചേട്ടാ, നീ എന്താണ് ചെയ്തത്? ബട്ടുക്നാഥ് ചേട്ടാ, ഇതൊക്കെ എന്താണ്? നിങ്ങൾ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? എല്ലാം ഓവറായി പോയി. നിങ്ങളുടെ കണ്ടുപിടിപ്പിനെ ഇപ്പോൾ തന്നെ എല്ലാവരുടെ മുൻപിലും കാണിച്ചു തരണം. ഇപ്പോൾ ബട്ടുക്നാഥിന്റെ കണ്ടുപിടുത്തത്തിന്റെ കഥ എന്താണെന്ന് മനസ്സിലായി. ബട്ടുക്നാഥ് അവിടെ നോക്കി. അവരെല്ലാരും ബട്ടുക്നാഥിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. നീ നന്നായിട്ട് കുടുങ്ങിപ്പോയി ബട്ടുക്നാഥ്. ഇങ്ങനെ ചെയ്തതിന് തീർച്ചയായും നിനക്ക് അവമാനം തന്നെ കിട്ടും. നിന്നെ കൊണ്ട് ഒരു ചെറിയ ഡ്രാമ പോലും ശരിയായിട്ട് ചെയ്യാൻ പാടില്ലേ. ബട്ടുക്നാഥ് താൻ കണ്ടുപിടിച്ചത് കാണിച്ചു. തന്റെ മുണ്ടിന്റെ ഒരു ഭാഗം തന്റെ ഇടുപ്പത്ത് കെട്ടി, പിന്നെ ബാക്കിയുണ്ടായിരുന്ന 2 ഭാഗം കയ്യിൽ പിടിച്ചു. ആരോടും ഒന്നും പറയാതെ ബട്ടുക്നാഥ് ഓടിക്കൊണ്ട് അവിടെ നിന്നും എത്തിച്ചാടി. എന്റെ അമ്മേ! അദ്ദേഹം കരുതി പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം താഴേക്ക് വീണുപോയി. താഴെ വീഴുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നന്നായി പരിക്കേറ്റു.
ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേർത്തു. പിന്നെ അടുത്ത ദിവസം ബഡുക്നാഥിനെ കാണാനായി ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചെന്നപ്പോൾ എന്തു പറ്റിയെന്നാൽ, ബട്ടുക്നാഥ് ചേട്ടാ, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? കുറേ നന്നായിട്ടുണ്ട്. മാസ്റ്റർ സാർ, എന്നെ ക്ഷമിച്ചേക്കൂ. അന്ന് ഗ്രൗണ്ടിൽ നിങ്ങൾ പറഞ്ഞത് ഏതും ഞാൻ കേട്ടില്ല. നിങ്ങളെ തന്നെ ഞാൻ തെറ്റു പറഞ്ഞു. എല്ലാവരുടെ മുൻപിൽ പഠിത്തത്തിനെ അവമാനിച്ചു. ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്. എന്നെ ക്ഷമിച്ചേക്കൂ. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് തന്നെ പെരിയ കാര്യം ചേട്ടാ. ഇപ്പോൾ നിങ്ങൾ വേഗത്തിൽ ഗുണമായി വരൂ. എന്നിട്ട് ഒരു കണ്ടുപിടിപ്പിനെ നമ്മൾ ചേർന്ന് ചെയ്യാം.